ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സറണ്ടറിനെ കുറിച്ചിട്ടാണ്. എങ്ങനെ ഗോഡിനോട് സറണ്ടർ ചെയ്യണം, ആ സറണ്ടറിൻ്റെ ആവശ്യകത എന്താണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പ്രതീക്ഷയും നമ്മുടെ എല്ലാ തരത്തിലുള്ള നമ്മളിലേക്ക് എന്തൊക്കെ എത്തിച്ചേരണം എന്നുള്ള അങ്ങനെയുള്ള എല്ലാ പ്രതീക്ഷകളും ആരിലെങ്കിലും അർപ്പിക്കുക. അതായത് നമ്മളിപ്പോൾ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, ദൈവം അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സ് എന്നാണ് ആ ശക്തിയെ വിളിക്കുന്നതെങ്കിൽ യൂണിവേഴ്സ്, അതിൽ നിങ്ങൾ അർപ്പിക്കുന്നതിനെയാണ് സറണ്ടർ എന്ന് പറയുക. ഏറ്റവും കൂടുതൽ നമുക്ക് സറണ്ടർ വേണ്ടത് ദൈവത്തിനോടാണ്. കാരണം ദൈവമാണ് നമുക്ക് എന്ത് റിസൾട്ട് തരണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. സോ നമുക്ക് ദൈവത്തിനോട് സറണ്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ആക്ഷൻസ് കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. പീസ് ഓഫ് മൈൻഡ് നമുക്ക് വരുള്ളൂ. നമുക്ക് നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ദൈവത്തിൻ്റെ. അപ്പോൾ മാത്രമാണ് നമുക്ക് അത് കറക്റ്റായിട്ട് ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ പ്രൈഡ് വരും, നമ്മുടെ ഈഗോ വരും, നമ്മുടെ ഉള്ളിലത്തെ എല്ലാ തരം വികാരങ്ങളും തലപൊക്കി തുടങ്ങും. നമുക്ക് സറണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ വികാരങ്ങളെയും കറക്റ്റായിട്ട് നമുക്ക് ചാനൽ ചെയ്യാനും നമ്മുടെ പീസ് ഓഫ് മൈൻഡ് വരാനും നമുക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യാനും സാധിക്കും. സോ എല്ലാവരും ദൈവത്തിനോട് സറണ്ടർ ചെയ്യുക. അത് സറണ്ടർ ഒരിക്കലും ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ നമ്മുടെ ഈഗോ പിന്നെയും നമ്മളെ ഇതാക്കും. നമ്മൾ പിന്നെയും പഴയ രീതിയിലേക്ക് പോകും. ഇതൊക്കെ സംഭവിക്കും. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിന് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം നമുക്കൊരു ദിവസം അത് നമുക്ക് സാധ്യമാവും.